നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 20% വിലവർദ്ധനവിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ പ്രതിഷേധമുയർത്തി. ഗോവ ഫോർവേഡ് പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഗോവ, കോൺഗ്രസ്, ആപ്പ് തുടങ്ങിയ പാർട്ടികൾ ഈ നടപടിയെ രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ ഈ വർധനവ് താഴ്ന്ന വരുമാനക്കാരെ ബാധിക്കില്ലെന്ന് മന്ത്രി സുദിൻ ധവ്ലിക്കർ വ്യക്തമാക്കി. ജനങ്ങളുടെ ജീവിതച്ചെലവ് വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ സർക്കാർ ജനങ്ങളെ ഉപദ്രവിക്കുകയാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. കേരള പിറവിയും പ്രവേശനോത്സവവും PMA സംഘടിപ്പിക്കുന്നു. പഞ്ചിം PMA പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളോത്സവം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. 2025 നവംബർ 2 ശനിയാഴ്ച വൈകുന്നേരം 3 മണി മുതൽ PMA ഓഫീസിൽ പരിപാടികൾ ആരംഭിക്കും. നോർത്ത് ഗോവ മേഖലാ സെക്രട്ടറി ശ്രീ K. മോഹൻദാസ് ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. മലയാള ഭാഷയും സംസ്കാരവും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മലയാളം മിഷൻ നടത്തുന്ന ഈ ആഘോഷ പരിപാടികൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഗോവയിലെ മലയാളികൾക്കായി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ വിവിധ കലാപരിപാടികളും ഭാഷാ സാംസ്കാരിക വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും നടത്തപ്പെടാറുണ്ട്. പരിപാടിയിൽ ഏവരും പങ്കെടുക്കണമെന്ന് സംഘാടകർ അറിയിച്ചു. പനാജി പോലീസ് സ്റ്റേഷന് പുറത്ത് സംഘർഷം, 7 പേർ അറസ്റ്റിൽ. പനാജി പോലീസ് സ്റ്റേഷന് പുറത്ത് ഇന്നലെ രാത്രിയുണ്ടായ സംഘർഷത്തിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നക്കൽ ഡസ്റ്റേഴ്സ് പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള അക്രമ സംഭവങ്ങളാണ് നടന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. പോലീസ് സ്റ്റേഷന് സമീപം നടന്ന ഈ ആക്രമം പ്രദേശത്ത് വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും ആക്രമണത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. അറസ്റ്റിലായവർക്കെതിരെ കലാപമുണ്ടാക്കൽ, ആയുധം കൈവശം വയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ ആകർഷണത്തിൽ വന്യജീവികൾക്ക് സുരക്ഷിത താവളം. ഓംകാർ തില്ലാരിയിലേക്ക്. വാഴപ്പഴത്തിന്റെയും കരിമ്പിന്റെയും ആകർഷണത്തിൽ വന്യജീവികളായ ഓംകാർ കൂട്ടമായി തില്ലാരി വനമേഖലയിലേക്ക് മടങ്ങിയെത്തുന്നു. വനസമ്പത്ത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഇത് വലിയ പ്രചോദനമാണ്. പ്രകൃതിയുടെ ലഭ്യതയെ ആശ്രയിച്ച് വനത്തിൽ കഴിയുന്ന മൃഗങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഈ പുനരധിവാസ പ്രവർത്തനം. തില്ലാരി വനമേഖലയിലെ ഭക്ഷണ ലഭ്യത വർദ്ധിച്ചതും ഇതിന് സഹായമായിട്ടുണ്ട്. പരിസ്ഥിതി സ്നേഹികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ നീക്കത്തെ സ്വാഗതം ചെയ്തു. വനനശീകരണം മൂലവും മറ്റ് കാരണങ്ങളാലും വനത്തിന് പുറത്തായിരുന്ന പല ജീവികൾക്കും സുരക്ഷിതമായ വാസസ്ഥലം നൽകാൻ ഈ സംരംഭം ലക്ഷ്യമിടുന്നു. രാജ്യത്തെ 11 സംസ്ഥാനങ്ങളോടൊപ്പം ഗോവയിലും സംസ്ഥാന ഇന്റഗ്രേറ്റഡ് രജിസ്ട്രേഷൻ പദ്ധതിക്ക് തുടക്കമായി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഇക്കാര്യം അറിയിച്ചത്. പദ്ധതിയുടെ ഭാഗമായി വോട്ടർ പട്ടികകൾ മരവിപ്പിച്ചിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് സുതാര്യതയും വേഗതയും വർദ്ധിപ്പിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി നടപ്പാക്കുന്ന ഈ പദ്ധതി വിവിധ സർക്കാർ രേഖകൾ സമന്വയിപ്പിക്കാനും പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കാനും ലക്ഷ്യമിടുന്നു. SIR പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലനവും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. പദ്ധതിയുടെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കാൻ എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്ത് കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. ഗോവ വൈദ്യുതി ബോർഡ് സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കൾക്കിടയിൽ വ്യാപകമായ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു. പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും മീറ്റർ മാറ്റത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും വ്യക്തമായ വിശദീകരണങ്ങൾ ലഭിക്കാത്തതാണ് പ്രധാന പ്രശ്നം. നിലവിൽ ഘട്ടം ഘട്ടമായി മീറ്ററുകൾ സ്ഥാപിച്ചു വരികയാണെങ്കിലും ഇതിന്റെ സാങ്കേതികവിദ്യ, പ്രവർത്തന രീതി, നിലവിലെ ബില്ലിംഗ് സമ്പ്രദായത്തെക്കുറിച്ചുള്ള മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് പലർക്കും ധാരണയില്ല. വൈദ്യുതി മന്ത്രി സുദിൻ ധവ്ലിക്കർ സ്മാർട്ട് മീറ്ററിന്റെ നടപ്പാക്കലിനെക്കുറിച്ച് അഭ്യൂഹങ്ങളാണ് മീഡിയയിൽ പ്രചരിക്കുന്നതെന്നും നിലവിൽ ഗാർഹിക ഉപഭോക്താക്കളെ ബാധിക്കില്ല എന്നും പറഞ്ഞു. സാധുവായ വ്യാപാര ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കടകൾക്കെതിരെ മൊർമുഗാവ് നഗരസഭ ശക്തമായ നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ 2.5 വർഷമായി കടയുടമകളോട് ലൈസൻസ് ഫീസ് അടച്ച് കുടിശ്ശിക തീർപ്പാക്കാൻ നഗരസഭ നിരന്തരം അഭ്യർത്ഥിച്ചിരുന്നതായി ചെയർപേഴ്സൺ ഗിരീഷ് ബോർക്കർ അറിയിച്ചു. ചിലർ ഇതിനോട് സഹകരിച്ചെങ്കിലും പലരും ഇപ്പോഴും നഗരസഭയെ അവഗണിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഏകദേശം 200ഓളം കടയുടമകൾക്കാണ് ഇതുവരെ നോട്ടീസ് നൽകിയിട്ടുള്ളത്. 7 ദിവസത്തിനുള്ളിൽ കുടിശ്ശികയായ ലൈസൻസ് ഫീസ് അടച്ചില്ലെങ്കിൽ കടകൾ സീൽ ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചീഫ് ഓഫീസർ സിദ്ധിവിനായക് നായിക് പറയുന്നതനുസരിച്ച് കുടിശ്ശിക അടയ്ക്കാൻ ആവശ്യമായ അവസരങ്ങൾ നൽകിയിട്ടും പലരും ഇതിന് തയ്യാറായിട്ടില്ല എന്നാണ്. നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കർശനമായ നടപടികൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.